We're going to build the greatest missile. Believe it's going to be tremendous. And now we launch. This is huge. Supersonic speed. Nobody's seen anything like it. ഹോർമൂസ് കടലിടുക്കിലെ സഞ്ചാരം തടയുന്ന ഇറാനെതിരെ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് പൂർണ്ണമായും തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ഏറ്റവും വലിയ പവർ ഹൗസ് പ്ലാന്റ് തൊട്ട് തകർക്കുമെന്ന് പറയുമ്പോൾ അതൊരു രാജ്യത്തെ പൂർണ്ണമായും ഇരുട്ടിലാക്കുമെന്ന് ഉറപ്പാണ്. ഇറാന്റെ തടസ്സപ്പെടുത്തൽ കാരണം ഹോർമൂസിലൂടെ ഒരു കപ്പലും കടത്തിവിടുന്നില്ലെന്നും വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നും ട്രംപ് ആരോപിക്കുന്നു. ലോകം ഇന്ന് നേരിടുന്ന ഊർജ പ്രതിസന്ധി പരിഹരിക്കാനാണത്രേ ട്രംപിന്റെ ഈ നീക്കം. ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒരു വൻ സ്ഫോടനത്തിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് ഉയരുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമായി കാണാനാവില്ല, മറിച്ച് ആഗോള ഊർജ ഭദ്രതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയായി കൂടി മാത്രമേ കാണാനാവൂ. ഇനി നമുക്ക് ചില കാര്യങ്ങളൊന്ന് വിശദമായി നോക്കാം. പശ്ചിമേഷ്യയിലെ യുദ്ധം യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടി വരും. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന ഈ നീക്കങ്ങൾ ലോകരാജ്യങ്ങളെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഫ്രാൻസ്, സ്പെയിൻ, ജപ്പാൻ തുടങ്ങിയ പ്രധാന രാജ്യങ്ങൾ പോലും ഇറാനെതിരെയുള്ള നാവിക നീക്കങ്ങളിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ്. എന്നാൽ റോയൽ ബ്രിട്ടീഷ് നേവിയുടെ സബ്മറൈനും ഫ്രിഗേറ്റും ഇപ്പോൾ അറബിക്കടലിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ ഈ വാശി കാരണം ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പോലും വഴുതിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഇറാനെ പ്രകോപിപ്പിക്കുമ്പോൾ ഇറാൻ പകരം വീട്ടുന്ന രീതി കണ്ട് ലോകം പോലും ഭയപ്പെടുകയാണ്. ഞങ്ങൾ തലകുനിക്കില്ല എന്ന കടുത്ത നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇറാൻ ഇപ്പോഴും ഉള്ളത്. ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ലാഭമാർക്കാണ്? ഇസ്രയേലിനും അമേരിക്കയ്ക്കും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനാണ് ഈ പോരാട്ടമെന്ന ആരോപണം തുടക്കം മുതലേ തന്നെ ഉണ്ട്. പശ്ചിമേഷ്യയിലെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുക വഴി ലോകരാജ്യങ്ങളെ പൂർണ്ണമായും തങ്ങളുടെ വഴിക്ക് എത്തിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരും. എന്നാൽ ഇറാൻ ഇന്ന് തിരിച്ചടിക്കുന്നതും ട്രംപിനെ പ്രകോപിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഈ യുദ്ധത്തിനെ മറ്റൊരു ഗതിയിലേക്ക് കൂടിയാണ് നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം വെടിമരുന്നിട്ടത് അമേരിക്ക തന്നെയാണെന്ന് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയുന്ന ഇറാന്റെ നീക്കത്തിനെതിരെയാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഏറ്റവും കടുത്ത ആയുധം പുറത്തെടുത്തിരിക്കുന്നത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജാടിസ്ഥാന സൗകര്യങ്ങൾ അപ്പാടെ അമേരിക്ക തകർക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ഏറ്റവും വലിയ പവർ പ്ലാന്റ് തൊട്ട് തകർക്കാൻ തുടങ്ങുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് സംഭവിക്കുകയാണെങ്കിൽ ഒരു രാജ്യം മുഴുവൻ ഇരുട്ടിലാകുമെന്ന് മാത്രമല്ല, ലോക ഊർജ വിപണിയിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള പ്രതിസന്ധിക്കും അത് വഴിവെക്കും. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ അമേരിക്ക പിന്മാറില്ലെന്ന സൂചന കൂടിയാണ് വൈറ്റ് ഹൗസ് നൽകുന്നത്. ട്രംപിന്റെ അന്ത്യശാസനം ഇറാൻ അനുസരിക്കുമോ, അതോ 48 മണിക്കൂറിന് ശേഷം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഊർജ യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുമോ എന്ന് നമുക്ക് ഭയത്തോടെ മാത്രമേ നോക്കാൻ സാധിക്കൂ. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സിംഹഭാഗവും കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന നീക്കമാണ് എന്നതിൽ സംശയമില്ല. അതേസമയം ട്രംപിന്റെ ഈ യുദ്ധാഹ്വാനത്തോട് ലോകരാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഫ്രാൻസ്, സ്പെയിൻ, ജപ്പാൻ തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങൾ ഇറാനെതിരെയുള്ള നാവിക നീക്കങ്ങളിൽ പങ്കുചേരാൻ വിസമ്മതിക്കുമ്പോൾ യുദ്ധം വിപുലീകരിക്കുന്നത് ഗുണകരമാകില്ലെന്ന നിലപാടിലാണ് അവരുള്ളത്. എന്നാൽ അമേരിക്കയുടെ ഉറ്റ സഖ്യകക്ഷിയായ ബ്രിട്ടൻ ഇതിനകം തന്നെ രംഗത്ത് എത്തിക്കഴിഞ്ഞു താനും. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തങ്ങളെ പ്രകോപിപ്പിച്ചാൽ തിരിച്ചടി അതിരൂക്ഷമായിരിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ പകരം വീട്ടുന്ന രീതി കണ്ട് ലോകം ഒന്നടങ്കവും ഭയപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഈ യുദ്ധം ആർക്ക് വേണ്ടിയാണ്? ട്രംപിന്റെ 48 മണിക്കൂർ അന്ത്യശാസനം അവസാനിക്കുമ്പോൾ ലോകം എന്തായിരിക്കും കാണുക എന്നത് ഭീതിയോടെ മാത്രമേ നമുക്കും നോക്കിക്കാണാൻ സാധിക്കൂ. ഇതൊരു ഊർജ യുദ്ധമായി മാറുകയാണെങ്കിൽ അതിന്റെ ഇരകൾ ലോകത്തെ സാധാരണ ജനങ്ങളായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. സമാധാനത്തിന്റെ വഴി തേടിയില്ലെങ്കിൽ മനുഷ്യരാശിക്ക് വലിയൊരു വില നൽകേണ്ടി വരും. എന്തു തന്നെ ആയാലും വരും മണിക്കൂറുകൾ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളായിരിക്കും.